അയോധ്യയിൽ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. രാമക്ഷേത്രം ജനുവരി 22-ന് രാജ്യത്തിന് സമർപ്പിക്കും. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ക്ഷേത്രത്തിലെ പുതിയ പൂജാരിമാരെയും തെരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ. ഇവരിൽ ആദ്യത്തെയാളായി തിരുപ്പതി വെങ്കടേശ്വര വേദിക് സർവകലാശാലയിലെ മോഹിത് പാണ്ഡെ പരിശീലനവും ആരംഭിച്ചു. ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയാണ് മോഹിത്. രാംലല്ലയിലെ പൂജാതി കർമ്മങ്ങൾക്കായി ആകെ 20 പേരെയാണ് നിയമിക്കുന്നത്. ഇതിനായി 3000 പേരിൽ നിന്നായിരുന്നു യോഗ്യരായവരുടെ തെരഞ്ഞെടുപ്പ്. തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര വേദിക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ മോഹിത് പാണ്ഡെയെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പൂജാരിയായി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട 50 പൂജാരിമാരിൽ ഒരാളാണ് മോഹിത് പാണ്ഡെ. അപേക്ഷ നൽകിയ രാജ്യമെമ്പാടുമുള്ള 3000 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അഭിമുഖം നടത്തിയാണ് പൂജാരിമാരെ തിരഞ്ഞെടുത്തത്. ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയാണ് മോഹിത് പാണ്ഡെ. പൂജാരിയായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 6 മാസത്തെ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് മോഹിത് ഇപ്പോൾ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ സ്ഥിതി ചെയ്യുന്ന ദുധേശ്വർ വേദ വിദ്യാപീഠത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് മോഹിത്. 6ാം ക്ലാസ് മുതൽ +2 വരെ മോഹിത് ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു. ഉത്തരേന്ത്യയിലെ സുപ്രധാന ക്ഷേത്രമായ ശ്രീ ദുധേശ്വർനാഥിനോട് ചേർന്നാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 23 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വേദവിദ്യാപീഠത്തിൽ നിന്ന് വേദങ്ങളും ആചാരങ്ങളും അഭ്യസിച്ചത്. 70ഓളം വിദ്യാർത്ഥികൾ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായും ആചാര്യന്മാരുമായി സേവനം അനുഷ്ഠിക്കുന്നതിന് പരിശീലനം നേടിവരികയാണ്. ഭഗവാൻ ദുധേശ്വർനാഥിന്റെ അനുഗ്രഹത്തിൽ അയോധ്യയിൽ ശ്രീരാമനെ സേവിക്കാൻ മോഹിത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് ദുധേശ്വർ വേദ വിദ്യാപീഠ മേധാവി പീതാധീശ്വർ മഹന്ത് നാരായണഗിരി പറഞ്ഞു. ദുധേശ്വർ വേദ വിദ്യാപീഠത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മോഹിത് തിരുപ്പതിയിലെ SVVUവിൽ നിന്നാണ് BA ശാസ്ത്രി കോഴ്സ് പൂർത്തിയാക്കിയത്. ബിരുദത്തിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ ശേഷം ഈ വർഷം ആദ്യമാണ് MA ആചാര്യ കോഴ്സിന് ചേർന്നത്. സാമവേദമാണ് ആദ്യ വർഷം പഠിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പൂജാരിയായി മോഹിത്തിനെ തിരഞ്ഞെടുക്കുന്നതിൽ SVVU വൈസ് ചാൻസലർ പ്രൊഫസർ റാണി സദാശിവമൂർത്തി അഭിമാനം പ്രകടിപ്പിച്ചു. മോഹിത്തിന്റെ ആത്മസമർപ്പണവും മികച്ച പെരുമാറ്റത്തെയും പഠനത്തോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹം അഭിനന്ദിച്ചു. രാംലല്ലയുടെ മതപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിന് ആകെ 20 പൂജാരിമാരെയാണ് തിരഞ്ഞെടുക്കുകയെന്ന് രാമക്ഷേത്ര അധികൃതർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. 3000 അപേക്ഷകരിൽ നിന്ന് 200 പേരെയാണ് അഭിമുഖത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവസാന പരീക്ഷയ്ക്ക് മുമ്പായി ഇവർക്ക് 6 മാസത്തെ പരിശീലനം നൽകി. 20നും 30നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 2000 രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും. 2024 ജനുവരി 22-നാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. 4000-ഓളം സന്യാസിമാരെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ക്ഷണിച്ചിരിക്കുന്നത്. വാരണാസിയിൽ നിന്നുള്ള വേദ പുരോഹിതനായ ലക്ഷ്മികാന്ത് ദീക്ഷിത ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജനുവരി 14 മുതൽ 22 വരെ അയോധ്യയിൽ അമൃത് മഹോത്സവ് നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും.